ഹായ് ഫ്രണ്ട്സ്, എന്താണ് എല്ലാവരും വിശേഷം? സുഖമല്ലേ? ഇന്ന് ഞാനൊരു ടോപ്പിക്ക് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൊതുവായൊരു കാര്യമാണ് ഇട്ടത്. പക്ഷെ നമ്മൾ ആരും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കാറില്ല കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഫംഗ്ഷന് പോകുമ്പോഴുണ്ടല്ലോ, നമ്മളെല്ലാവരും നല്ലതുപോലെ അണിഞ്ഞൊരുങ്ങി പോകും. ഒരുപാട് ആൾക്കാർ വരുന്നതല്ല. അപ്പം നമ്മളെല്ലാവരും നോക്കണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നല്ല ഭംഗിയിലൊക്കെ നമ്മൾ പോകും. നോക്കണം എന്നല്ല, മൊത്തത്തിൽ നമുക്ക് അങ്ങനെ തന്നെയാണല്ലോ. ഒരു ഫംഗ്ഷന് നല്ലൊരു പ്രോഗ്രാമിന്, കല്യാണത്തിനോ അങ്ങനെ എന്തെങ്കിലും പ്രോഗ്രാമിന് എല്ലാവരും കുറേ ആൾക്കാർ കൂടുന്ന സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്ക് നല്ല രീതിയിലൊക്കെ പോകണം എന്ന് തന്നെയാണല്ലോ എല്ലാവരും ആഗ്രഹം. അപ്പം നമ്മളങ്ങനെ പോകും. ഇത് നമ്മളെപ്പോലെ തന്നെയല്ല മറ്റുള്ളവരും. അവർ വരുമ്പോഴും അവരും അങ്ങനെ തന്നെയാണ് വരുന്നത്. അങ്ങനെ അവിടെ നമ്മൾ പോയി ആൾക്കാരൊക്കെ പോയി നമ്മൾ സംസാരിച്ച് ആ ഫംഗ്ഷനിൽ പങ്കെടുത്ത് ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. പിന്നെ കുറച്ച് നാളുകൾക്കൊക്കെ ശേഷം നമ്മൾ ഈ ഫംഗ്ഷൻ്റെ നമുക്ക് എന്തെങ്കിലും ഫോട്ടോസുകളൊക്കെ നമ്മൾ നോക്കൂലെ. ഇപ്പം നമുക്ക് മൊബൈലിലൊക്കെ പെട്ടെന്ന് കിട്ടും വീഡിയോസ്, ഫോട്ടോസൊക്കെ. അപ്പോൾ ആ കിട്ടുന്ന സമയത്ത് നമ്മൾ ആദ്യമായിട്ട് സെർച്ച് ചെയ്യുക നമ്മളെ ഫോട്ടോ അല്ലേ. ശ്രദ്ധിച്ചിട്ടില്ലേ? നമ്മൾ ഇപ്പോൾ വരന്മാരെ ഫോട്ടോകൾ ഉണ്ടായാലും നമ്മൾ അവരെ അധികം ശ്രദ്ധിക്കാതെ നമ്മൾ ആദ്യം സെർച്ച് ചെയ്യുന്നത് നമ്മളെ ഫോട്ടോ ആയിരിക്കും കേട്ടോ. അതിൽ നമ്മളെ ഫോട്ടോ എങ്ങനെയാണ്, നമ്മൾ ഇട്ട ഡ്രസ്സ് എങ്ങനെയാണ്, അതിൽ കാണാൻ ഭംഗിയുണ്ടോ, നമ്മൾ എന്ത് പ്രോഗ്രാമിന് പോയാലും ആദ്യം നോക്കുന്നത് നമ്മളെ ആയിരിക്കും. അതിന് ശേഷം നമ്മൾ മറ്റുള്ളവരെ സെർച്ച് ചെയ്യുള്ളൂ അല്ലേ. ഇതുപോലെ തന്നെയാട്ടോ നമ്മുടെ ലൈഫിലെ കാര്യങ്ങളും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും വിചാരിക്കും നമ്മൾ മറ്റുള്ളവർ നമ്മളെക്കുറിച്ചാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്, നമ്മളെ പ്രവർത്തനങ്ങളാണ് മറ്റുള്ളവർ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവരെന്ത് വിചാരിക്കും എന്ന് കരുതിയിട്ട് നമ്മളെ മനസ്സിൽ നമ്മളിങ്ങനെ ഓരോന്ന് കരുതി ഇരിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ. പക്ഷെ സത്യത്തിൽ അതല്ല സംഭവിക്കുന്നത്. നമ്മൾ തന്നെയാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ഫോട്ടോ ഇപ്പോൾ നമ്മളല്ല തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവർക്ക് നമ്മളെ കാണാനൊന്നും ഇഷ്ടമില്ല. ഓർത്ത് നോക്കൂ, ആ ഒരു പ്രസന്റ് മൊമെന്റിൽ, ആ ഒരു നിമിഷത്തിൽ മാത്രമാണ് നമ്മളെ കണ്ട് അവർ സംസാരിച്ച് നമ്മൾ തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് നമ്മൾ പോരുന്നത്. നാളെ നമ്മൾ എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ അവിടേക്ക് തിരിച്ചു പോരുന്നത്. അപ്പോൾ അവർ കുറച്ച് നേരത്തേക്ക് മാത്രമാണ് അവർക്ക് നമുക്ക് അവരോടുമുള്ള ഒരു ഓർമ്മയായിട്ട് നിൽക്കുന്നത്. പിന്നെ അത് മറന്നുപോയി. പിന്നെ ആ ഫോട്ടോ നോക്കുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് നമ്മളെ തന്നെയാണ്. മനസ്സിലായോ? അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം നമ്മളിലേക്ക് തന്നെയാണ് നോക്കേണ്ടത്. നോക്കുന്നത് അങ്ങനെ തന്നെയാണ്. പിന്നെ നമ്മളെ ചിന്തകളെ കൊണ്ട് മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്ന് ഇങ്ങനെ ആലോചിച്ച് നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾ നോക്കുന്നുണ്ടോ എന്ന് ആലോചിക്കും. പിന്നെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു ഈഗോ കാരണം പല കാര്യങ്ങളും അവരെന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പല കാര്യങ്ങളും മാറ്റിവെക്കുന്നവരൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളെ ചെയ്യുന്ന കാര്യങ്ങളിലാണ് നമ്മൾ മുന്നോട്ട് പോകുക. അതൊന്നും നമ്മൾക്ക് മാറ്റിവെക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ ഓരോരുത്തരും നോക്കുന്നത് അവരവരെ തന്നെയാണ് കേട്ടോ. അവരവരുടേതായ പ്രവർത്തികളും അവരവരുടേതായ കാര്യങ്ങളും അവരവരുടേതായ ചിന്തകളിലൂടെയാണ് ഓരോരുത്തരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഞാൻ പറയുന്ന ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എന്നെ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്